ഹായ് എസ്.എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു പേടി ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിന്നൊരു 5 രീതിയിലുള്ള മെസ്സേജുകൾ പറയുന്നുണ്ട്. ആ മെസ്സേജുകൾ അവർക്ക് അയക്കാനായിട്ട് ശ്രമിക്കാം. അതായത് ഇന്നീ പറയുന്ന 5 മെസ്സേജുകൾ അവർക്ക് അയക്കുന്ന സമയത്ത് നിങ്ങൾ അവരിൽ നിന്ന് നഷ്ടപ്പെടുകയാണോ എന്നൊരു പേടി അവരിൽ ഉണ്ടാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 5 മെസ്സേജുകൾ എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മെസ്സേജുകൾ എപ്പോഴും അയക്കാം എന്നുള്ളതല്ല. ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഈ മെസ്സേജുകൾ അയക്കാനായിട്ട് നോക്കുക. അങ്ങനെ അയക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരിക്കുന്ന സമയത്തൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെതായ റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, എനിക്ക് എൻ്റേതായിട്ടുള്ള വിലയുണ്ട്, ഞാൻ ഒരിക്കലും അതിനെ കുറച്ച് കാണുന്നില്ല അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരോട് നമ്മൾ പറയുന്നത്, നീ ഇപ്പം എന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാലും ഞാൻ ഒരിക്കലും നിന്റെ പുറകെ വരില്ല, അങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത്, എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു വിലയുണ്ട്, അപ്പം ഞാൻ അത് കളഞ്ഞിട്ട് നിന്റെ പുറകെ വരാനായിട്ട് നിൽക്കില്ല എന്നുള്ളതാണ്. സോ ഇത് കേൾക്കുന്ന സമയത്ത് അവർക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് പറയുന്നത് എന്നുള്ളത്. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു നഷ്ടബോധം ഉണ്ടാവും. അതായത് ഞാൻ പോയി കഴിഞ്ഞാലും ആൾ എൻ്റെ പുറകെ വരുമൊന്നുമില്ല, മീൻസ് അയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാവും. ഇത് നിങ്ങൾ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താവും, ഇങ്ങനൊരു തോന്നൽ അവരിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, എൻ്റെ സന്തോഷം ഒരിക്കലും നീ മാത്രമല്ല. അതായത് നീ മാത്രമല്ല എൻ്റെ സന്തോഷം, പക്ഷെ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഹാപ്പി ആയിരിക്കും എന്ന് മാത്രം. ഇങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്. അതായത് ഇവിടെ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ മുമ്പേ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരുപാട് നല്ല സ്നേഹത്തിലിരുന്ന സമയത്തൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീയാണ് എൻ്റെ എല്ലാ സന്തോഷവും, നിന്നിലാണ് എൻ്റെ സന്തോഷം ഇരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പൊതുവെ പെൺകുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ മനസ്സിലിങ്ങനെ വെക്കും. അതായത് ഞാനാണ് ഇയാളുടെ സന്തോഷം എന്ന് പറഞ്ഞിരിക്കും എന്നുള്ളതാണ്. സോ ആ ചിന്ത ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കുക. അതായത് നീ ഇല്ലെങ്കിലും ഞാൻ ഓക്കെയാണ്, നീയാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നില്ല, പക്ഷേ നീ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഹാപ്പി ആകും എന്ന് മാത്രം. ഈ രീതിയിൽ പറയുമ്പോൾ അവർ വിചാരിക്കും ഞാനില്ലെങ്കിലും ആൾ ഹാപ്പിയാണ് എന്നുള്ളതാണ് എന്നോട് പറയുന്നത്. സോ ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ, മീൻസ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ പോയി കഴിഞ്ഞാലും ആളെന്നെ പ്രത്യേകിച്ച് മിസ് ചെയ്യൊന്നുമില്ല എന്നൊരു തോന്നൽ അവരിലുണ്ടാവും. സോ ഇങ്ങനെ വരുന്ന സമയത്തും അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത്, എന്തുകൊണ്ടായിരിക്കും എന്നോട് ഇങ്ങനെ പറയുന്നത്, അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണോ, ഇങ്ങനൊരു തോന്നൽ, ഈ ഒരു പേടി അവരുടെ മനസ്സിൽ വരാനായിട്ട് ഈ ഒരു മെസ്സേജിലൂടെ കഴിയും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്, എന്നെ അർഹിക്കാത്ത ഒന്നിൽ നിന്നും പിന്മാറാനായിട്ട് എനിക്ക് യാതൊരു മടിയുമില്ല. ഇങ്ങനെയാണ് പറയേണ്ടത്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത്, നീ എന്നെ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നിന്നേക്കാൾ കൂടുതലായിട്ട് എന്തൊക്കെയോ ഞാൻ അർഹിക്കുന്നുണ്ട് എന്നുള്ളത് അവരോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാവുന്നത്, അവർക്ക് എന്തൊക്കെയോ ചെറിയ കുറവുകളുണ്ട്, നമ്മൾ അതിനേക്കാൾ കൂടുതലായിട്ട് അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അവരെ വിട്ട് വേറെ എന്തിലേക്കെങ്കിലും പോവോ, എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് പോകുമോ, ഇങ്ങനെയുള്ള പേടികളും അവരുടെ മനസ്സിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരു മെസ്സേജും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നാലാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, ഒരു പ്രശ്നത്തിൽ നിന്നും കരകയറാനായിട്ട് നിനക്ക് മാത്രമല്ല എനിക്കും കഴിയും എന്നുള്ളത് അവരോട് പറയാം. അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ ഫേസ് ചെയ്യാനായിട്ട് നിനക്ക് മാത്രമല്ല എനിക്കും കഴിയും, അതിന് അത്ര വലിയ സമയമൊന്നും എടുക്കില്ല, അത്ര വലിയ പ്രശ്നമായിട്ട് ഞാൻ അതിനെ കാണില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ മനസ്സിൽ ചിന്ത വരുന്നത്, എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്കത് വലിയ പ്രശ്നമായിരിക്കുമല്ലോ, പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്, അപ്പോൾ എന്നോട് അത്ര വലിയ ഇഷ്ടമില്ലേ എന്നൊരു തോന്നലുണ്ടാവും. അതും ഈ പറഞ്ഞ പോലെ തന്നെ, എൻ്റെ നിന്ന് ഈ റിലേഷൻഷിപ്പ് പോവുകയാണോ അല്ലെങ്കിൽ ഇയാൾ എന്നെ വിട്ട് പോവുകയാണോ, ഈ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് എന്നോട് ദേഷ്യമാണോ ഇപ്പോൾ ഉള്ളത്, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. സോ ഇതും നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊരു പേടി അവരിൽ ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ 5ാമത്തെ മെസ്സേജ്, ലാസ്റ്റത്തെ മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്, നീ ഇല്ലാതെ ഞാൻ മുന്നേ ജീവിക്കാൻ പഠിച്ചവനാണ്. സോ ഇനിയിപ്പോൾ നീ ഇല്ലെങ്കിലും എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളില്ല, ഞാൻ നന്നായി തന്നെ ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതായത് ഇത്ര കാലം നീ വരുന്നതിന് മുന്നേ ഞാൻ ജീവിച്ചിട്ടുണ്ട്, അപ്പം എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ നീ എന്നെ വിട്ട് പോയി കഴിഞ്ഞാലും ഞാൻ അതേപോലെ തന്നെ ജീവിക്കും, നീ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇങ്ങനെ പറയുമ്പോഴും നീ പോയി കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയ പ്രശ്നമില്ല എന്നതാണ് കാണിക്കുന്നത്. ഇതൊരിക്കലും അവർ പോകാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ വിട്ട് പോവല്ലേ ചെയ്യാന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നീ ഇല്ലെങ്കിൽ പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലാണ് പേടി ഉണ്ടാവുക, എന്നെ വിട്ട് പോകുമോ എന്നുള്ളത്. ഇനിയിപ്പോൾ ബ്രേക്കപ്പ് ആവാൻ ആഗ്രഹിച്ച്, അതായത് ബ്രേക്കപ്പ് ആവാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ അവരെ വിട്ട് പോകുമോ എന്നൊരു പേടി അവരുടെ മനസ്സിൽ വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ പോയിന്റ് കൂടി, ഈ പറഞ്ഞ മെസ്സേജ് കൂടി നിങ്ങൾക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. ഈ പറഞ്ഞ 5 മെസ്സേജുകളും ഒരേ സമയം അയക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. ഇതിലേതെങ്കിലും 1-2 ഒക്കെ എപ്പോഴെങ്കിലും അയച്ചാൽ
അയച്ചാൽ മതി. അതായത് ഈ പറഞ്ഞ എല്ലാം നിങ്ങൾ അയക്കരുത്. ഇതിൽ ഏകദേശം എല്ലാത്തിലും ഒരേ രീതിയിൽ തന്നെയാണ് മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു മെസ്സേജൊക്കെ നിങ്ങൾക്ക് അവർക്ക് അയക്കാം. അപ്പോൾ ഇങ്ങനെ അയച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു പേടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മുമ്പുള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് തരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഒരു മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്